ഹലോ, നമുക്ക് ഇന്നൊരു കാളാഞ്ചി മീൻകറി ആയാലോ? അപ്പോൾ എല്ലാവർക്കും സനീസ് ഫ്ലേവർ ഹെവൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീൻകറി എങ്ങനെയാണ് വെക്കണതെന്ന് നോക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് കാളാഞ്ചി മീനാണ്. പിന്നെ സവാള, തക്കാളി, പച്ചമുളക്. സവാള അധികം വേണ്ട കേട്ടോ, കുറച്ച് മതിയേ. സവാള നന്നായിട്ട് അരിയണം, നേരിയതായിട്ട് അരിഞ്ഞാൽ മതി. മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പാൻ വെച്ചിട്ട് എണ്ണ ചൂടായി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത ശേഷം രണ്ടും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള പകുതി വഴഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം. സവാളയും തക്കാളിയും നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയുമാണ് മസാലപ്പൊടികൾ. മസാലപ്പൊടിയിൽ ഇട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മസാല എല്ലാം പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വറ്റി വരണം. അതാണ് ഈ കറിയുടെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഇത് വറ്റി വരുമ്പോഴേക്കും പുളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ല, സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇതൊന്നുകൂടി ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് മീൻ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ റോസ്റ്റായിട്ടാണല്ലോ വെക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. വെള്ളം ഒഴിച്ച ശേഷം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ എണ്ണയൊക്കെ മേളിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കുക കേട്ടോ. മീനിട്ട ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻകറി റെഡിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് കാളാഞ്ചി മീനാണ്. ഏത് മീൻ വേണമെങ്കിലും ഈ രീതിയിൽ വെക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സനീസ് ഫ്ലേവർ ഹെവൻ്റെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.